1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 8008000120. എന്തായി കാണണേ? എന്ത് കാണുന്നു? ലച്ചു ചേച്ചി പത്രം വായിക്കണോ? എന്താ ലച്ചു ചേച്ചിക്ക് പത്രം വായിച്ചൂടെ? അല്ല, പൊതുവെ അങ്ങനൊന്നും കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചേ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എല്ലാ ദിവസവും രാവിലെ പത്രം വരുമ്പോ വായിക്കാറാണല്ലോ പതിവ്. അതില്ല, എന്നാലും എടാ കൊറേ കൊല്ലം ഇവിടെ പത്രം വരുത്തുന്നത്. ആരെങ്കിലും ഈ സാധനം തുറന്നു നോക്കാറുണ്ടോ? ഞാൻ വല്ലപ്പോഴും തുറന്നിട്ട് കൊല്ലങ്ങൾ 8-10 അല്ലേ? ഇനി ഇതോടെ വായിച്ചില്ലെങ്കിലുണ്ടല്ലോ ഈ പരിപാടി ഞാൻ നിർത്തി നോക്കും. ചേച്ചി വായിര് വിജ്ഞാനം ഉണരട്ടെ. എന്നിട്ട് വല്ല ഉണന്നാ 99-ാം വയസ്സിലും ലോകത്തെ ഞെട്ടിച്ച ഓർമ്മയുമായി ലിൻഡ ആൻഡ്രോയിഡ്. പിന്നെ ആൻഡ്രോയിഡ് അയ്യോ ലിൻഡ ആൻഡ്രൂസ്. എടാ 99 വയസ്സുള്ള മുത്തശ്ശിയാടാ, നല്ല പ്രായമുണ്ട്. മുത്തശ്ശിക്ക് നല്ല പ്രായമുണ്ട്, ചേച്ചിക്ക് നല്ല പ്രായമായി. എനിക്കാ കണ്ണൊന്നും പിടിക്കുന്നില്ല. ആൻഡ്രൂസിന് ആൻഡ്രോയിഡ് എന്നൊക്കെ വായിക്കണേ. ഓടാവണം. അയ്യോ, പത്രപാരായണോ? പത്രപാരണമല്ല, പത്രപാരായണം, പത്രവായന. അങ്ങനെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു. അതെ, പത്രപാരായണം തന്നെയാണ്. ഇവിടെ വേറെ ആരും പത്രം വായിക്കാറൊന്നുമില്ലല്ലോ. അമ്മൂമ്മയ്ക്ക് പറ്റിയൊരു ന്യൂസ് ഉണ്ട്, എടുക്കട്ടെ? വേണ്ട. ആന്തർ പറയൂടെ അമ്മൂമ്മ. ചേച്ചി മറ്റേത് ബാക്കി വായിച്ചേ അങ്ങോട്ട്. ടൈറ്റിൽ മാത്രം വായിച്ചിരിക്കാതെ വായിക്കാം. 99-ാം വയസ്സിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ന്യൂയോർക്ക് സിറ്റിയിലെ ലിൻഡ മുത്തശ്ശി. മനസ്സിലായി, ഞെട്ടിച്ചത് എങ്ങനെ ഞെട്ടിച്ചെന്ന് പറ. അതല്ലേ വായിച്ചോണ്ടിരിക്കുന്നേ. വാഷിംഗ്ടൺ പോഡ്കാസ്റ്റ് ചാനൽ സംഘടിപ്പിച്ച ഓർമ്മശക്തി മത്സരത്തിൽ 100 വസ്തുക്കളുടെ പേര് ഓർമ്മിച്ച് വെച്ചുകൊണ്ടാണ് മുത്തശ്ശി ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചത്. ചേച്ചി നേരത്തെ വായിച്ച് ഞെട്ടിയതല്ലേ, പിന്നെ എന്തിനു ഞെട്ടുന്നേ? അല്ല, ഞാൻ നേരത്തെ വായിച്ചു, പക്ഷെ എനിക്കിത് ഇപ്പഴാ കത്തിയത്. ആലോചിച്ച് നോക്കിക്കേ, 99-ാമത്തെ വയസ്സിൽ 100 വസ്തുക്കളുടെ പേര് ഓർമ്മിച്ച് വെച്ച് പറയാന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? പിന്നെ വലിയ കാര്യം തന്നെ അത്. അപ്പൂ പിന്നെ ഇതത്ര വലിയ കാര്യമൊന്നുമല്ല. വലിയ കാര്യമല്ലേ? എനിക്കാണെങ്കിൽ ഇന്നലെ പഠിച്ചതുപോലെ ഓർമ്മയില്ല. നമുക്കുണ്ടൊരു മുത്തശ്ശി ബാലയെ കോലയെന്നും പറയും നടക്കുന്നു. എന്തോ എനിക്കെന്തോ കുഴപ്പം? എന്നാ പറ, അമ്മൂമ്മയുടെ ഫോൺ അവിടെ. അതവിടെ എവിടെയെങ്കിലും കാണും. എവിടെയെങ്കിലും കാണും. അതിപ്പോ എന്തിനാ ബെല്ലടിക്കുമ്പോ നോക്കിയാ പോരെ? കണ്ടാ, ഒരു കാര്യം പോലും അമ്മൂമ്മയ്ക്ക് ഓർത്ത് പറയാൻ പറ്റുന്നില്ല. പോട്ടെ, ഫോണിന്റെ കാര്യം വീട്. അടുക്കളയിൽ ഒരു 10 സാധനങ്ങളുടെ പേര് പറയാൻ പറ്റൂ? എന്തോ ഇത്ര വലിയ പാട്? അരി, വെളിച്ചെണ്ണ, തേയില, പഞ്ചസാര, കാപ്പിപ്പൊടി, മണ്ണെണ്ണ, ഉപ്പ്, ഉലുവ. ഓക്കെ, ഇതൊക്കെ എവിടെ വെച്ചേക്കണേ? അതിപ്പോ അടുക്കളയിലല്ലേ വെച്ചേക്കുന്നത്. അടുക്കളയിൽ എവിടെ വെച്ചേക്കുന്നു അതറിയാൻ പാടില്ലല്ലോ. അതിപ്പോ നമ്മള് എടുക്കുമ്പോ എടുത്താ പോരെ? കേടന്ന് തിത്തിത്താര കളിക്കണ്ട അമ്മൂമ്മ. അതെ, ഇത് കണ്ടാ, 99 വയസ്സുള്ള മുത്തശ്ശിയാണ്. കണ്ട് പഠിക്കി. അപ്പൊ മോളൊരു കാര്യം ചെയ്, നേരെ അമേരിക്കക്ക് വിട്. എന്നിട്ട് ആ മുത്തശ്ശിയും കൊണ്ടിങ്ങി വാ. എന്നിട്ട് ഞാൻ അവരെ കണ്ടു പഠിച്ചോളാം. അതിന് നല്ലത് അമ്മൂമ്മ അങ്ങോട്ട് പോകുന്നതാണ്. അതാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് ഇച്ചിരി സമാധാനം കിട്ടുമല്ലോ. മോളെ ലച്ചു, ഒരുപാട് അങ്ങ് പുച്ഛിക്കല്ലേ. പ്രായമാകുമ്പോഴേ എല്ലാവർക്കും ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും. എല്ലാരും ഇപ്പൊ അമേരിക്കയിലെ മുത്തശ്ശിയെ പോലെ ആവുമോ? ഇപ്പൊ നിന്റെ കാര്യം തന്നെ എടുക്ക്. നീയും പ്രായമായി വരുമല്ലോ. അതുകൊണ്ട് എന്തോ പ്രായമാകുമ്പോ നിനക്കും ഓർമ്മക്കുറവുണ്ടാവും. ഈ കാര്യം പറഞ്ഞപ്പോഴാ ലച്ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം എന്റെ സ്കൂളിൽ വന്നില്ലേ, എന്റെ ഒരു ഫ്രണ്ട് ചോദിക്കാ ചേച്ചി എന്റെ അമ്മയാണെന്ന്. ഏത് ഫ്രണ്ട്? എപ്പോ ചോദിച്ചു? അതൊക്കെ ചേച്ചിയെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറയാതിരുന്നേ. എനിക്കെന്ത് വിഷമം? ഫ്രണ്ട് അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അമ്മയൊന്ന് പറയാത്ത എന്ത്? അല്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മേനെ പോലെയല്ലേ? ഞാനും ഒന്ന് പ്രസവിച്ചതാ, എനിക്കൊരു കൊച്ചുണ്ട്. എനിക്ക് അങ്ങനെ പറയുന്നോണ്ട് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയൊക്കെ നമുക്ക് പറയുമ്പോ പറയാൻ പറ്റും. പക്ഷെ ഈ മനസ്സിനകത്ത് കിടക്കുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ പാർവേ. കോൺഫ്ലിക്റ്റാ? എനിക്കെന്തോന്ന് കോൺഫ്ലിക്റ്റ്? എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. പോടാ അവിടെ. അമ്മൂമ്മ, എന്തായാലും അമ്മൂമ്മ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തുന്നത് നല്ലതാ. ഞാൻ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തിക്കോളാം. നീ ഒന്ന് ചെക്കപ്പ് ചെയ്തോ. എല്ലാം അവിടൊക്കെ തന്നെ ഉണ്ടോന്ന് അറിയാം. എല്ലാം കൂടുതൽ ഊരി തരട്ടെ ഞാൻ? വേണ്ട, എനിക്ക് വേണ്ട. ചേട്ടാ, ലച്ചേച്ചി പ്രായമായി
മുത്തശ്ശി ആയി കഴിയുമ്പോ കാണാൻ എങ്ങനെ ഇരിക്കും? ചേച്ചി നല്ല പ്രായമായി ഉമ്മറത്ത് ഇങ്ങനെ വടിയും കൊത്തി പിടിച്ച് ഒരു കണ്ണാടിയും വെച്ച് മുറക്കാനും ചവച്ച് കാലം ചേച്ചി ഇങ്ങനെ ഇരിക്കണ. അയ്യോ മക്കളെ, ആലോചിക്കുമ്പോ തന്നെ ഒരു കുളിര്. കുളിരാ നല്ല രസോന്ന്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ ആലോചിക്കാനുള്ള? ഒന്നും വേണ്ട. நல்லா இருக்கா? പാറു പിന്നെയും ദോശയാ? ഭയങ്കര വിശക്കുന്ന ചേച്ചി. ആന്റി കുറിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? கட்டன் சாய் இருக்கு. കുറിക്കാൻ, കുടിക്കാനല്ല, കുറിക്കാൻ. மிச்சர் இருக்கு. എവിടെ ഇരിക്കണേ? ദേ ഇങ്ങ இருக்கு. ഞാൻ എടുത്തോളാം. പറൂന് മിച്ചർ വേണോ? വേണ്ട. വേണ്ടെന്നാ? സാധാരണ അങ്ങനെ പറയാറില്ലല്ലോ. ഒറ്റ കപ്പലണ്ടി ഇല്ലേ? ഇച്ചിരി കപ്പലണ്ടി കൂടുതലിട്ട് എന്താ കുഴപ്പം? പിന്നെ കപ്പണ്ട് വറുത്ത് തരാം. ആന്റി ആ ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കുക. അവളിൽ നിന്ന് കപ്പലണ്ടി വറക്കട്ടെ. പിന്നല്ല. லிச்சு என்னது அது? ഇതാ കാവർത്തത് വേണോ? അതില്ല, ഇതെപ്പടി உன்னோட தலையில. തലയിലെന്താ? அதான் நான் காமிக்கிறேன். നല്ല പൊടിയോ ആയിരിക്കും ആന്റി. அதில்ல, இத பாரு, ஒரே ஒரு நரை. நீ கண்ணு மூடு, நான் புடிங்குறேன். നരയാ? ஆ தா பாரு. അയ്യോ, நீ கண்ணு மூடு, நான் புடுங்குறேன். ആ അത് അവിടെ ഇരുന്നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. മനുഷ്യന്മാരായാലും തലയിൽ നരയൊക്കെ കാണും. அது பரவாயில்ல, நான் புடுங்குறேன். വേണ്ടെന്ന് പറഞ്ഞില്ലേ? என்ன லட்சு இது? ചേട്ടാ, ആന്റിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. എനിക്ക് വേണ്ട, അത് പറിക്കണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. ஒண்ணே ஒண்ணுதான். ആ ഒരെണ്ണല്ലേ ഉള്ളൂ, അത് അവിടെ ഇരുന്നോട്ടെ. ஐயா, அது புடுங்கினா ஃபுல்லா பிளாக் ஆகும். ആന്റിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തല്ലതുകൊണ്ടോ? ஐயோ, எனக்கு புரியுது லிச்சு. இந்த ஒரு நரை நான் புடுங்கலைன்னா எல்லாமே நரைக்கும். എന്നാ അങ്ങനെയല്ല, നര പൊട്ടിക്കുമ്പോഴാണ് ആ ഏരിയയിലുള്ള എല്ലാ കറുത്ത മുടിയും നരയ്ക്കണത്. ஐயோ, அப்படி இல்ல ലെച്ചു, நான் புடுங்கறேன். ആന്റി ഒന്ന് അടങ്ങി ഇരുന്നേടി, ആന്റി അങ്ങ് ദൂരെ പോ. முடியாது ப்ளீஸ். ആന്റി പോ, ആന്റി പോ പോ പോ, ബാക്ക് പോ ப்ளீஸ். പ്ലീസ്. ഒരു നരയല്ലേ, എന്റെ തലയിൽ ചിലപ്പോ നരയൊക്കെ ഉണ്ടോ? അതിനിപ്പോ എന്താ കുഴപ്പം? യോ, എന്തുവാ ഇത്? എന്തുവാ ഇവിടെ പ്രശ്നം? തലയ്ക്കൊരു സൗകര്യവും തരത്തില്ലല്ലോ. എന്തിനാ ചേച്ചി പ്രശ്നം? മിച്ചം ഉണ്ടാക്കിരിക്കുക പിന്നെന്താ? എന്തിനാ ആന്റി? ஐயோ, அது ஒண்ணும் இல்ல. ദേ പാരേ, അവളോட തലയില ഒരു നര. അത് ഞാൻ പുടുങ്ക പാത്തേ, അവ അനപ്പവേ ഇല്ലടാ. എന്തേ നരയോ? എവിടെ നോക്കട്ടെ. അമ്മ, இந்த பக்கம், இந்த பக்கம். ഒന്ന് കാണില്ല. അയ്യോ, ലച്ചുവിന്റെ തലയിൽ നര. ഒറ്റ നരയല്ലേ ഉള്ളൂ, അത് ഭാഗ്യ നരയാ. നോക്കട്ടെ. അയ്യോ, അല്ലടാ കേശു, ദേണ്ട നോക്ക്, 2-3 ഉണ്ട്. അശു, തല മൊത്തം നരച്ച്. മനുഷ്യന്മാരാകുമ്പോ നരയ്ക്കും, ചിലപ്പോ നരയ്ക്കാതിരിക്കും. അതിപ്പോ എന്ത് കുഴപ്പമുണ്ട്? അമ്മൂമ്മയുടെ നരച്ചിട്ടില്ലേ? എന്നിട്ട് അയ്യോണ്ട് നടക്കുമല്ലേ? അല്ലേ? ഞാൻ ഇതൊന്നും ചെയ്തില്ലല്ലോ. അധികം വയ്യാതെ ഡൈ അടിക്കേണ്ട വരും ഇങ്ങനെ നരച്ചു കഴിഞ്ഞ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടിച്ചോളാം. പ്രായമൊക്കെ ആയി. ചേച്ചി, അയ്യോ അമ്മൂമ്മ നോക്ക്, കണ്ണിന്റെ ഇടയിലെ കറുപ്പ്, മുഖമൊക്കെ ചുളിഞ്ഞ്. അയ്യോ, അത് ഉറക്കക്കുറവിന്റെയാ. ഉറക്കക്കുറവിന്റെ ആണെന്നോ? അമ്മമ്മ, ഈ ഉറക്കക്കുറവ് വരുന്ന വയസ്സാകുമ്പോഴല്ലേ? പിന്നല്ലാതെ ഉറക്കം വരത്തേ ഇല്ല. തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കും. അയ്യോ, ലച്ചു പ്രായമായതിന്റെ ആന്ന് തോന്നുന്നു കേട്ടോ. അമ്മൂമ്മയുടെ ആരാ പറഞ്ഞ എനിക്ക് പ്രായമായിന്ന്? ഇല്ലെന്നൊക്കെ പറയുമ്പോ പറയാം. പിന്നെ പറയുമ്പോ പറയാം. എനിക്ക് എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ നല്ല ആരോഗ്യമുണ്ട് കേട്ടല്ലോ, അത് മതി. പിന്നെ മനസ്സ്, എന്റെ മനസ്സേ സ്ട്രോങ് ആണ്. അങ്ങനൊക്കെ പറയാം. ഇപ്രായത്തിൽ നമ്മുടെ അമ്മൂമ്മ ഇത്രയും ആരോഗ്യമായിട്ടിരിക്കുന്നു. ചേച്ചിയൊക്കെ അമ്മൂമ്മയുടെ പ്രായമാകുമ്പോ എന്താവോ? എന്റെ കേശു, ഈ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ രഹസ്യം എന്താണെന്നറിയാവോ? എന്താ അമ്മൂമ്മ? പണ്ടത്തെ ഭക്ഷണം, പണ്ടത്തെ വായു, പിന്നെ പറമ്പിലൊക്കെ ഇറങ്ങി നടന്ന് ഇഷ്ടം പോലെ പണിയെടുക്കുമായിരുന്നടാ. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെയൊക്കെ പ്രായം വരുമ്പോ ലച്ചുവിന്റെ ഒക്കെ അവസ്ഥ എന്താവോ എന്തോ. ലച്ചുവിന്റെ അവസ്ഥയ്ക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. അത്യാവശ്യം നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനസ്സാണ് പ്രധാനം.
നല്ല മനസ്സുണ്ടായിട്ട് കാര്യമില്ല, നല്ല ആരോഗ്യം വേണം. ഇപ്പൊ തന്നെ ചേച്ചിക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റുന്നില്ല, അപ്പോഴാ വയസ്സാവുമ്പോ. മക്കളെ, പ്രായമാവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കും. മുമ്മു, എനിക്ക് തോന്നുന്നു ലച്ചേച്ചിക്ക് ഒരു 10-90 വയസ്സായാലും അമ്മൂമ്മ ഇതേപോലെ തന്നെ ഉണ്ടാവും. അതാണ് എൻ്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. ആ ആറോ ചേച്ചോട്ടാ, 10-30 കൊല്ലം കഴിഞ്ഞെങ്കിലും നമ്മുടെ വീടിന് ഒരു മാറ്റവും ഇല്ല. തന്നെ മക്കളെ തന്നെ. പെട്ടി ഞാൻ എടുക്കാം. ചേച്ചോട്ടാ, ഓ കൃഷി ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ പഴയതുപോലെ വലിയ വിളവൊന്നും ഇല്ല മക്കളെ. പിന്നെ മഴയാണെങ്കിൽ പെയ്യേണ്ട സമയത്തൊട്ട് പെയ്യത്തുമില്ല, ആവശ്യമില്ലാത്ത സമയത്ത് പെയ്തങ്ങ് തള്ളും. ആ വേറൊരു ഗുണമുണ്ട്, പച്ചക്കറിയൊന്നും ഇപ്പൊ ആർക്കും വേണ്ടല്ലോ. എവനേലും വിശന്ന് കഴിഞ്ഞാൽ ഉടനെ ഗുളിക എടുത്ത് തിന്നല്ലേ. പറഞ്ഞപ്പോഴാ ഓർത്തെ, ഞാൻ മേടിച്ചു വെച്ചിരുന്ന ഗുളിക തീർന്നു. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരീക പൈതൽ താരും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ. കണ്ണും പിടിക്കണില്ല. വാരണാമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം. ശ്രീരാമചരിതം ചൊല്ലിയിടുമടിയാതെ. കണ്ണും പിടിക്കണില്ല. ലച്ചേച്ചി ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. കണ്ണും കാണില്ല. ശാരീരം വന്ദിച്ചു വന്ദ്യന്മാരെ. ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല, ഓർമ്മശക്തി ആണെങ്കി ഇല്ലേ ഇല്ല. ആരാ വന്നേക്കണേ നോക്കിയേ. ആരാ വന്നേക്കണേ നോക്കിയേ. എന്തുവാ ഇത് കണ്ടോ? ആരാ? UK-ന്ന്. നീ ഏതാ കൊച്ചനെ? ഞാൻ കേശു. ഇന്നലെ ഇവിടെ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ ഇവിടെ. കണ്ടോ ആരാന്ന്? ഞാൻ പറയാം, ഞാൻ പാറു. ഉറക്കെ പറ കൊച്ചേ. UK-ന്ന് പാറു വന്നേക്കണ്. പാറു നമ്മടെ പാറുവാ. ഓ കണ്ണാടി ശരിക്ക് വെച്ച് അങ്ങോട്ട് നോക്ക്. പാറുമോളെ, ആവേശത്തിൽ എണീക്കല്ലേ, ഒടിഞ്ഞു പോവും. എനിക്കൊന്നും വയ്യ ഹോസ്പിറ്റലിൽ പൊക്കി എടുത്തോണ്ട് പോവാൻ. പടി കുത്തി എണീക്ക്. ഞാൻ വരാം. പാറു ഒന്ന് മാറാ. ആഹാ, അതങ്ങ് പൊട്ടിക്കിട്ടി. മക്കളെ പാറേ, നീ നിന്റെ മുടിയൊക്കെ മുറിച്ചു കളഞ്ഞോ കൊച്ചേ?
താടിയും മീശയൊക്കെ വന്നല്ല. ഞാനല്ല പാറു. ദോ നിക്കണേ, ഈ വടിയൊന്ന് പിടിച്ചേ, അതിലൊന്ന് താങ്ങിയേ. പാറുവേ, എന്താ കൊച്ച ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട്? നീ എപ്പോഴാ വന്നേ? രാവിലത്തെ ഫ്ലൈറ്റിന് വന്ന്, നാളെ രാവിലെ പോണം. എന്നാ പിന്നെ എന്തിനാ വന്ന്? ചേച്ചി ചത്തോന്നറിയാൻ വന്നതാ? അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയൂലേ. എവിടെ? ഒറ്റയ്ക്കുള്ളോ? കെട്ടിയരും കാപ്പിരിയും പീക്കിനോടൊക്കെ എവിടെ? ഹസ്ബൻഡ് ഒരു ടൂറിന് പോയേക്കുവാ. ഇപ്പൊ എങ്ങനെ ഇരിക്കും? കൊച്ചേ, പഠിക്കാൻ വിട്ടപ്പോ പഠിക്കാൻ പോണായിരുന്നു. അന്നേരം ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും ദോശയും തിന്നോണ്ട് കിടന്ന് അവള് ഊക്കേലാണ് ജീവിക്കണത്. എന്നിട്ട് ഹസ്ബൻഡ് എന്ന് പറയാനറിയാൻ പാടില്ല. ഹസ്ബൻഡ് പറ, മര്യാദക്ക് പറ. ഹസ്ബൻഡ്. ഹസ്ബൻഡ്. ഇവിടെ ചേച്ചി അവളെ പഠിപ്പിച്ചോണ്ടിരി. അവള് UK-ല്. ഇവിടെ ചിലതൊക്കെ വടിയും കുത്തിക്കൊണ്ടിരിക്കും. എനിക്കത്തേ ഉള്ളു. കനകാന്റി, ഇതാരാ വന്നേക്കണേ നോക്കിയേ. ആരാ വന്നേക്കണേ? എന്താ ഓർമ്മയും പോയി. பாரு நல்லா இருக்கியாப்பா? லண்டன்ல குழந்தைங்க எல்லாம் எப்படி இருக்காங்க? 19 കൊല്ലായി. ഇത് മലയാളം പഠിച്ചില്ലേ? 19 കൊല്ലായി എന്നിട്ട് മലയാളം പഠിച്ചില്ലേന്ന്. இல்ல பாரு, கத்துக்கல. അമ്മൂമ്മയുടെ ചേട്ടാ നിക്കണ്. അതല്ല, നമ്മുടെ അമ്മൂമ്മ. അമ്മൂമ്മ. എന്തോ? അശി സോനത്തല ഭവാനി അമ്മൂമ്മ. ചേച്ചോട്ടാ, ഓ, ചേച്ചിക്ക് നല്ല പ്രായമല്ലേ? എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല. കണ്ടാ, ഇത് മാത്രം നല്ല വൃത്തിക്ക് കേക്കാം. ആവശ്യമുള്ളൊന്നും കേക്കൂല. ഈടായിട്ട് ഭയങ്കര ദേഷ്യാണ്. എന്താടാ കിടന്ന് നീ വിളിച്ചു പോകുന്നേ? അമ്മൂമ്മ, ഇതാര് വന്നേക്കണേ നോക്ക്. പാറുമോളോ, ഇത് എപ്പ വന്നു? കുറച്ചേരായി. എന്തുകൊണ്ട് വിശേഷം? സുഖം. അമ്മൂമ്മ പണ്ട് പറഞ്ഞ പോലെ തന്നെ. അമ്മൂമ്മക്ക് ഒരു മാറ്റവും ഇല്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലയോ, ഞാൻ കഴിച്ച ആഹാരത്തിന്റെയാ ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ. ചേച്ചി, സിദ്ധോളെ വിളിക്കാറുണ്ടോ? സിദ്ധോളെ വിളിക്കാറുണ്ടോന്ന്? സിത്തു നല്ല കേട്ടുപരിചയമുള്ള പേരാ. ആരാ കേശുവേ അത്? നമ്മുടെ കല്ലുവിന്റെ കല്യാണത്തിനെ ലീവ് എടുത്ത് ഒരാള് വരും എന്ന് പറഞ്ഞിട്ട് ലീവ് കിട്ടിയില്ല എന്ന് പറഞ്ഞ അവസാനം വീഡിയോ കോൾ ചെയ്ത ഒരാളെ ഓർമ്മയുണ്ടോ? അങ്ങ് ദുബായിന്ന്. അത് തന്നെ. എന്നാ വയസ്സായ ഒരു ഭാര്യ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ള ഒരു ചിന്തയെങ്കിലും വേണ്ടേ? അതെങ്കിലും ഓർത്തൊന്ന് വരണ്ടായോ? ഇനി എന്തിനാ അവൻ വരുന്നേ? ഞാൻ ചാവുമ്പോ എന്റെ ചിതയ്ക്ക് തീ കൊളുത്താനാ. ഇനിയിപ്പൊ അവൻ വന്നാലും വന്നില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇതുവരെ ലീവ് കിട്ടിയില്ലല്ലേ? 10-30 കൊല്ലമായിട്ട് ഇപ്പൊ കിട്ടും എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അടുത്ത വർഷം കിട്ടും എന്നൊക്കെ പറയണം. ലച്ചുവേ, ഓ, കഷായം കുടിക്കണ്ടായോ? കഷായം കുടിക്കണ്ടായോ? കഷായോ? നിങ്ങൾ എന്നെ കഷായം കുടിപ്പിച്ച് കൊല്ലൂ. അതങ്ങനെ പറഞ്ഞാ പിന്നെ എങ്ങനാ? എന്റെ പൊന്ന് പാറുവേ, നിനക്കറിയൂ, രാത്രി ഉണ്ടല്ലോ, രാത്രി കിടന്ന് പറയും, അയ്യോ ദേഹം വേദന, അയ്യോ കാലുവേദന, മുട്ടുവേദന, സന്ധിവേദന എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു വലിവുണ്ട് മക്കളെ എന്ന് പറഞ്ഞിട്ട് അടുപ്പിന്റെ മൂലയ്ക്ക് വല്ലതും കൊണ്ടുവച്ച അടുപ്പാളി കത്തും. എനിക്ക് വലിവും മേലുവേദനയൊന്നും ഇല്ല. കണ്ട് ഇനി നീ കൊള്ളും. ഇങ്ങനെയൊക്കെ പറയും. എന്നെക്കാട്ടി വയ്യ. കട്ടിലേലേ ഒന്ന് കേറി കിടക്കാൻ വയ്യ. ഒന്ന് കിടക്കണമെങ്കിൽ ഞാനും കനകവും കൂടെ സഹായിക്കണം. അപ്പൊ ചേട്ടൻ വരാറില്ലേ? ഇനി ഇവൻ എവിടെന്നാ കൊച്ചേ വരാൻ നേരം? ഇവൻ ആ മെർലിന്റെ കൊട്ടാരം നോക്കണ്ടേ? ആ കൊച്ചിന്റെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ ജീവിക്കുന്നു, പാവം. എന്നാലും അമ്മൂമ്മയ്ക്ക് ഒരു മാറ്റം ഇല്ലല്ലോ. അമ്മൂമ്മ ലജ്ജ ചേച്ചി ആണെങ്കിൽ വടിയും കുത്തി വീഴാറായി. ആര് വീഴാറായിന്ന്? അത് പോട്ടെ മോളെ, നമുക്ക് അകത്തോട്ട് കയറാം. എന്താ ഇവിടെ തന്നെ നിക്കുന്നേ? വിളിച്ചോണ്ട് അകത്തോട്ട് പൊക്കോ. ആരെങ്കിലും എന്നെ കൂടെ ഒന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോവോ? ആ വടി താങ്ങി അങ്ങ് വരിക. പിന്നെ സ്നേഹമില്ലാത്ത കുറെ പിള്ളേര്. അയ്യപ്പ സ്വാമി.
அம்மா நம்பவே முடியல அம்மா. பாருங்க, ஏபிசிடி சேர்த்து படிக்க தெரியாத பாரு இப்போ யூகேல இருக்கா. കാലം അങ്ങനെയാ മോളെ. യുകെയുടെ സ്പെല്ലിംഗ് എന്തായിരുന്നു ചോദിച്ചോ? അപ്പൊ കാണാം. ചേട്ടാ, ഓ, കല്ലു ഇപ്പൊ ഇങ്ങോട്ട് വരാറുണ്ടോ? കല്ലു ഫാമിലിയൊക്കെ ആയിട്ട് ചന്ദ്രനിൽ സെറ്റിൽ ആയില്ലായിരുന്നോ വീടൊക്കെ വെച്ചല്ലേ അമ്മൂമ്മ? അതെ അതെ അതെ. ആണോ? ഓ, ഞങ്ങളും ചന്ദ്രനിലൊരു പ്ലോട്ട് തപ്പുന്നുണ്ട്. ആണോ? ഞാൻ ഇന്നോല് ചൊവ്വയില് ഒരു 2-3 ഏക്കർ നോക്കി വെച്ചായിരുന്നു. കുറച്ച് പടവല കൃഷിയും വാഴ കൃഷിയൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചിട്ടേ. അതാകുമ്പോ കൊല മേപ്പോട്ട് കൊലയ്ക്കുമല്ലോ. ചേട്ടാ, ചേട്ടൻ ഏറെ ഇറങ്ങാറായില്ലേ? ഏറിന്ന് ഇറങ്ങണം. പിന്നെ ശിവാനി ശിവുവും കൂടെ നമ്മുടെ ചൊവ്വയെ തന്നെ ഒരു കെമിക്കൽ ഷോപ്പ് അങ്ങ് ഇട്ട്, മറ്റേ ഈ പാറ്റാ ഗുളിക പല്ലി ഗുളികയൊക്കെ. പാറു, നീ ഇനി എപ്പോഴാ ഇറങ്ങണേ? ഞാൻ ഉടനെ പോവും. അയ്യോ, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരായോ? അതൊന്നും പറ്റത്തില്ല, അവിടെ എന്തൊക്കെയോ ജോലിയുണ്ട്. ചേടാ, ഇത് മിക്കവാറും ഷുഗർ കൂടി എവിടെങ്കിലും കറങ്ങി അടിച്ച് കിടക്ക്. എനിക്ക് വയ്യ, എനിക്ക് പോട്ട് പോട്ട്. നീ അപ്പൊ എന്ത് പറഞ്ഞ്? ഞാൻ ഇപ്പൊ തന്നെ പോവന്ന്. നല്ല കാര്യം. ആർക്കും ഒന്നിനും ഇവിടെ നേരമില്ലല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. ചേട്ടൻ ഇടയ്ക്ക് അങ്ങോട്ട് വരാമല്ലോ. സാഹചര്യം സമ്മതിക്കണ്ടേ മക്കളെ? മെർലിൻ ചേച്ചി സമ്മതിക്കത്തില്ലെന്ന് പറ. അങ്ങനെ അങ്ങ് തീർത്ത് പറയാൻ പറ്റില്ല, എന്നാലും ചില സമയം അവള് സമ്മതിക്കില്ല. അത് പൊട്ടിക്കോ? അത് കൊല്ലങ്ങളായിട്ട് ഞാൻ തറയിട്ടിട്ടിട്ട് പൊട്ടിച്ച് വെച്ചേക്കുക. എന്താ തന്റെ പ്രശ്നം? ആ മൂലക്ക് എവിടെ പോയി ഇരുന്നൂടി? എന്തുവാ നോക്കുന്നേ? ആരെങ്കിലും എന്റെ കണ്ണട ഉണ്ടായിരുന്നോ? എന്തോന്ന്? കണ്ണട കണ്ണട. അതെ, കുറച്ച് മനസമാധാനം തരാൻ പറ്റുമോ? ആരെങ്കിലും എന്റെ കണ്ണട കണ്ടെങ്കിൽ ഒന്ന് എടുത്തതാ. ഇവിടെ എന്റെ അടുത്ത് ആരും ഇല്ലേ? എന്റെ അടുത്ത് ആരും ഇല്ലെന്നാ. മണ്ടയിലിരിക്കണ്, എടുത്ത് വെയ്. എനിക്ക് തലമണ്ടക്കകത്ത് ഇരിക്കണത് എടുത്ത് വെക്കേ. എന്തുവാ? കണ്ണാട. കണ്ണട. ആ, എന്റെ കണ്ണട. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ എന്നെ കളിയാക്കുവായിരുന്നല്ലേ? നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ കണ്ണട തലയുടെ വേളിലുണ്ടെന്ന്? பாரு, இப்ப பாத்தியா, இதேதான் பிரச்சனை. இப்ப கண்ணட தேடி கொடுத்தாலும் சத்தம் போடுவா. ഞാൻ പറഞ്ഞില്ലേ, ഇനിയും ഇയാളെ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. ചേട്ടാ, യുകെയിലെ ഒരു ഹോസ്പിറ്റലുണ്ട്, നല്ല ഹോസ്പിറ്റലാ. ചേച്ചി അവിടെ കൊണ്ടുപോവാ. അതിന് നിനക്കെന്താ അസുഖം? എനിക്കല്ല. നിനക്കാ അസുഖം. നിനക്കാ അസുഖം. എനിക്കാ? എന്തോന്ന് അസുഖം? അയ്യോ, എന്തുവാ ഇല്ലാത്ത? ദേഹത്ത് വേദന, ചെവി കേക്കത്തില്ല, കണ്ണ് കാണത്തില്ല, നേരാമണ്ണം നടക്കാൻ വയ്യ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്ന് വേണ്ട, ഉള്ള എല്ലാ സാധനവും ഉണ്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന അസുഖങ്ങളല്ലേ. എനിക്ക് ഈ പറഞ്ഞ അസുഖങ്ങളൊന്നും ഇല്ല. ദാ കിടക്കണേ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ചൊവ്വയിലെയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഓൾഡേജ് ഹോമിൽ കൊണ്ടുപോയി ആക്കാൻ പോണ്. എനിക്ക് വയ്യ, ഇതിനെ തൂക്ക് അമ്മ, തൂക്ക്. ഓൾഡേജ് ഹോമിൽ കൊണ്ടുപോയി ആക്കുക, അത്ര തന്നെ. അതേ ഉള്ളൂ ഇതിനൊരു പ്രതിവിധി. ഓൾഡേജ് ഹോമാ? ആ, ഓൾഡേജ് ഹോം. ഞാൻ വരില്ല. എന്ത് വരാത്ത? ഞാൻ ഇവിടെ നിന്നോളാം. ഓർമ്മയില്ല, പൊക്കണമില്ല, ആരാന്ന് പോലും അറിഞ്ഞൂടോ. പിന്നത്താ എന്തൊരു തേക്ക് ഇവിടെ. എനിക്ക് ഓർമ്മയില്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ കൈ നീട്. ശരി ശരി, പണ. ദേ, ഇതെന്റെ പാറുമോള്, ഇതെന്റെ കേശുമോൻ, ദേ എന്റെ കരകാറ്റി നിക്കുന്നു. ദേ, ഇതാരാ? ശിവയാ? ശിവ. കണ്ടാ, എനിക്ക് എല്ലാരും ഓർമ്മയുണ്ട്. പേരൊക്കെ ഓക്കെ, ഇഷ്ടപ്പെട്ടു. പക്ഷേ താൻ നോക്കി പറഞ്ഞ ആൾക്കാർ മൊത്തം വേറെയാണ്. ഇതിനെ തൂക്ക്. ഇതിനെ നേരെ ഓൾഡേജ് ഹോം. കേശു, എനിക്ക് എല്ലാരും ഓർമ്മയുണ്ടോടാ. നീ കേശു, ദേ ഇത് അമ്മൂമ്മ, ദേ ഇത് കനകേന്റി, ദേ ഇത് പാറു. ശിവ കോളേജിൽ പോയിക്കുന്നു പറയുന്നൊന്ന് കേക്ക്. എന്നെ വിടടാ കേശു, പ്ലീസ് എന്നെ വിടടാ. കേശു. ആയിട്ടില്ല യുവതി എന്ന്. ദൈവമേ, മനുഷ്യനെ നല്ല ജീവൻ പോയല്ലോ.
ലച്ചേച്ചി ഇതുറ്റി എന്താ മോക്ക് ഒരുമാതിരി ഇരിക്കണ്. മോതിരെന്താ കുഴപ്പം? അല്ല നല്ല ഉറക്കമായിരുന്നല്ലോ, ഇപ്പൊ എണീറ്റ് ഇങ്ങനെ പകച്ചിരിക്കണ്. അതൊന്നുമില്ല. ഏയ് അല്ല സ്വപ്നം കണ്ടാ? സ്വപ്നോ? ഏ ആ എന്ത് സ്വപ്നം കണ്ടേ? ഹൊറർ സ്വപ്നം. ഹൊററാ? എന്തൊരു ഹൊറർ? സോംബിയുടെ സ്വപ്നം. സോംബി? നീ ഉണ്ടായിരുന്നു സോംബിയുടെ കൂടെ മുമ്പില്. ചാച്ചി ചുമ്മാ ഞാൻ ഇല്ലോട്ടല്ലേ. നീ ഒന്ന് പോയ ചെറുക്ക, ഇച്ചിരി സമാധാനം എന്താ? ഓ ഓ ഓ ഞാൻ പോയേക്കാം. പക്ഷെ ചേച്ചിക്ക് ഒരു കൊറിയർ വന്നായിരുന്നു. എന്തായിരുന്നു? അതെന്റെ ഇച്ചിരി പേഴ്സണൽ സാധനങ്ങള്. പേഴ്സണൽ? ആ പേഴ്സണൽ അഡ്രസ് ഒക്കെ ഞാൻ നോക്കി, ഏതോ ആയുർവേദ കേന്ദ്രത്തിൽ നിന്നല്ലേ? കൊടുക്കല്ലേ കൊടുക്കല്ലേ കൊടുക്കല്ലേ. പറഞ്ഞു കാടി. ഞാൻ പൊട്ടി അമ്മ ഫ്രണ്ട് കയറില്ലേ. നോക്കട്ടെ ഞാൻ അങ്ങനെ ഒരു സാധനം എന്താ ഒരു കൊറിയർ വന്ന മുമ്പ് നമ്മളെ പൊട്ടിക്കാൻ സമയക്കില്ല. എന്തിനാണെന്ന് നമുക്കറിയണം. നോക്കട്ടെ. യുവതീ ലേഹ്യം, യുവത്വം നിങ്ങളുടെ കൂടെയുണ്ട്. എന്തുവാടാ? പ്രായമാവാതിരിക്കാനുള്ള ലേഹ്യം ചേച്ചി. പ്രായമാവാതിരിക്കാനുള്ള ലേഖ്യോ? ഓ പ്രായമാവാതിരിക്കാനുള്ളൊന്നും അല്ല ഇത്. ആരോഗ്യം വെക്കാൻ വേണ്ടിട്ടുള്ള ലേഹ്യം. വിശ്വസിച്ചു. എന്നാലും എന്റെ ചേച്ചി ഇത്രയും തരം താണോ? ஐயே லெச்சு, உனக்கு எதுக்கு இந்த லேகியம் எல்லாம்? நீ எப்பவுமே சூப்பர் தானே. അത് പിന്നെ എല്ലാരും കൂടെ ചുറ്റിനും വളഞ്ഞിരുന്ന് ചെവിയിൽ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്നാലും ചേച്ചി എന്റെ മനസ്സിലുണ്ടായിരുന്ന ചേച്ചി ഇങ്ങനല്ല. ഞങ്ങൾ ചുമ്മാ ഞാനാള് വർത്താനം പറഞ്ഞെന്നും പറഞ്ഞോണ്ട് ഇതൊക്കെ കുറച്ച് ഓർമ്മ. എന്റെ ലച്ചു, എല്ലാ മനുഷ്യന്മാരും പ്രായമാവും. അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരോഗ്യം ശ്രദ്ധിച്ച ആരോഗ്യത്തോടിരിക്കാം. പിന്നെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും മരണമുണ്ട്. അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ലച്ചു. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ നാളത്തെ കാലത്ത് സയൻസ് ഒക്കെ വളർന്നു വരുവാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിരിക്കും. പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഇപ്പൊ ഒരു ത്യാഗം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സ് പ്രായമാവാതെ സൂക്ഷിച്ചു വെച്ചിരുന്നാ മതി, ഒരു കുഴപ്പമില്ല. കാണിച്ചേ. യുവതീ ലേഹ്യം. നീ ഇത് എവിടുന്ന് മേടിച്ച? അത് ഞാൻ ഓൺലൈനിൽ കണ്ടപ്പോ ഓർഡർ ആക്കിയതാ. ആണോ? ഞാനൊന്ന് കഴിച്ചു നോക്കിയാലോ? അയ്യേ